സീറോ മലബാർ സഭയിൽ കുർബാന പ്രശ്നത്തിൽ തർക്കങ്ങളും വഴക്കുകളും ഉണ്ടായിട്ടുണ്ട് എങ്കിലും സഭയിൽ ഒരു പിളർപ്പുണ്ടാവുകയില്ല. കുറച്ച് വൈദികർ ഇറങ്ങിപ്പോയാൽ അവരുടെ വീട്ടുകാർ പോലും സീറോ മലബാർ സഭ വിട്ട് അവരുടെ കൂടെ പോവുകയില്ല. കുറെ നാളായിട്ട് ഈ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കുകയാണ്. അങ്ങനെ പിളർക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ എപ്പോഴേ ഇവർ പിളർന്നു പോയേനെ. കുറച്ചു ദിവസം മുൻപ് വട്ടോളി പറഞ്ഞത് കേട്ടിട്ടില്ലേ? അദ്ദേഹം നേരെയാവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന്. അതാണ് വിശ്വാസം, അതാണ് കത്തോലിക്ക പാരമ്പര്യം. ഈ വിമത വൈദികരല്ലാതായാൽ അതോടെ ശിങ്കിടി വലയം അപ്രത്യക്ഷമാകും. രണ്ടു കൂട്ടർക്കും വേറെ പണിയെടുത്ത് ജീവിക്കേണ്ടി വരും. അത്രയേ സംഭവിക്കുകയുള്ളൂ. പണിയെടുക്കാതെ ഉത്തരവാദിത്തങ്ങളില്ലാതെ സുഖമായി ജീവിക്കാൻ വേണ്ടി മാത്രം വൈദികരായ അവരെ ഇറക്കി വിട്ടാലും പോവാതെ പല ഇടവകകളും കടിച്ചു തൂങ്ങിക്കിടക്കുന്നത് വിശ്വാസികൾ കാണുന്നത് തന്നെയാണ്. ബിഷപ്പുമാരെ എതിർക്കാനും ഭിന്നിപ്പിക്കാനും സഭയെ നാണം കെടുത്താനും വിശ്വാസികൾക്ക് ഉതപ്പുണ്ടാക്കുവാനും എന്തിന് ഈ വിമതരെ വൈദികരായി നിലനിർത്തണമെന്ന് സഭാ നേതൃത്വം ചിന്തിക്കുക തന്നെ വേണം. യഥാർത്ഥത്തിൽ ബിഷപ്പുമാരെ എതിർക്കാനും ഭിന്നിപ്പിക്കാനും സഭയെ നാണം കെടുത്താനും വിശ്വാസികൾക്ക് ഉതപ്പുണ്ടാക്കുവാനും ഇവർക്ക് പിന്തുണ നൽകുന്നത് സഭാ നേതൃത്വം തന്നെയാണ്. അതിലൊരു തർക്കവും വേണ്ട. സഭ വിട്ടുപോകുന്നു എന്ന് പറയുന്നവരുടെ ഭാര്യയും പിള്ളേരും പോലും പോകത്തില്ല. പോകുന്നവർ 10 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരികയും ചെയ്യും. എന്നാലും നടപടി എടുക്കേണ്ടവർക്ക് അതിനുള്ള നട്ടല്ലില്ല. സഭ പിളരുമെന്ന് പറയുന്നത് ഈ കള്ളന്മാരുടെ ഗീബൽസിയൻ തന്ത്രം മാത്രമാണ്. താഴത്തിനെ പോലെയുള്ള പിതാക്കന്മാർ ഈ കുതന്ത്രത്തിൽ വീണു പോവുകയും ചെയ്തു. ഇവർക്കെതിരെ നടപടി എടുത്തിരുന്നുവെങ്കിൽ 4, 3, 7 പേർ പുറത്തു പോയേനെ. ഒരു പിളർപ്പും ഉണ്ടാകത്തുമില്ല. ഇവരെ പിന്തുണച്ച് പ്രസ്താവന ഇറക്കിയ ബിഷപ്പുമാർക്കെതിരെ ആദ്യം നടപടികൾ എടുക്കണമായിരുന്നു. നടപടികൾ എടുത്ത് 2 ബിഷപ്പുമാരെ തന്നെ പ്രമോഷൻ കൊടുത്ത് ട്രാൻസ്ഫർ ചെയ്തു. അത് തന്നെ ഇപ്പോൾ സഭ വലിയ വില കൊടുക്കേണ്ടി വരികയാണ്. ഇവർക്ക് ക്ഷമ നൽകിയ ആലഞ്ചേരി പിതാവ് പുറത്തും പോയി. ഇങ്ങനെ നട്ടല്ലില്ലാത്ത വാഴപ്പിണ്ടികൾ സഭ ഭരിച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. അതിന് മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യവുമില്ല. സഭ പിളരുമെന്ന് പ്രചാരണം നടത്തി സഭാ നേതൃത്വത്തെ മുൾമുനയിൽ നിർത്തി കാര്യങ്ങൾ നേടിയെടുക്കാനാണ് ഇവന്മാരുടെയൊക്കെ ശ്രമം. അതൊക്കെ ഒരു പരിധി വരെ വിജയിച്ചിട്ടുമുണ്ട്. അവന്മാരുടെ തന്ത്രത്തിലും വലയിലും വീണുപോയ ഒരുപാട് പുരോഹിതന്മാരും വിശ്വാസികൾ ഇപ്പോൾ മൗനത്തിലാണുള്ളത്. അവർക്കൊന്നും മിണ്ടാൻ പോലും സാധിക്കുന്നില്ല. അവരൊന്നും പിളർപ്പുണ്ടായാൽ ഇവന്മാരോടൊപ്പം പോവുകയുമില്ല. അവരൊക്കെ കുഴിയിൽ ചാടിപ്പോയതാണ്. ചാടിക്കാൻ ഇവന്മാർ മിടുക്കന്മാരുമാണ്. നിഷ്കളങ്കരെ തിരഞ്ഞു പിടിച്ചാണ് ഇവന്മാർ വലയിലാക്കുന്നത്. എന്തായാലും നമുക്കിത് കാത്തിരുന്ന് തന്നെ കാണാം.